എനിക്ക് ഓർമ്മ വരുന്ന ഒരു സാധനമാണ് ബ്രോ. നമ്മള് സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ് സാറ്റർഡേ സൺഡേ വരുമ്പോ എന്റെ ഓർമ്മയിൽ ഒരു കുട്ടി വീട്ടിൽ ഇരിക്കാൻ ആഗ്രഹിക്കാറുണ്ട്. എങ്ങനെ രാവിലെ എണീറ്റ് ഇറങ്ങി ഓടാം എന്നല്ലേ ചിന്തിക്കുള്ളൂ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നൊരിക്കലും വി കനോട്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. കാരണം നമ്മുടെ പിള്ളേരെ നമ്മൾ വേണമെങ്കിൽ മറ്റേ ഫുട്ബോൾ കളിക്കാൻ പോകുന്നില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് പോകുന്നത്. അതെ, അതൊക്കെ ഒരു കാലഘട്ടമാണ് നമുക്ക്. എനിക്ക് ഞാൻ സ്കൂളിൽ പോയ കാലഘട്ടം ഞാൻ ഓർക്കുവാണെങ്കിൽ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോറും പൊതിയും തന്ന് സ്കൂളിൽ കൊണ്ടുവിടുന്നു. ഈ സ്കൂളിനകത്ത് ബസ്സിനകത്തൊക്കെ ഇടിച്ച് തള്ളിയിട്ടൊക്കെയാണ് പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് സ്കൂൾ ബസ്സിൽ പോയി മടുത്ത് കഴിയുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും നടന്നു വരാൻ തോന്നും. അങ്ങനെ 16-17 കിലോമീറ്റർ ഒക്കെ നടന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഹർത്താലുള്ള ദിവസം, സമരമുള്ള ദിവസം. ആ നടത്തം നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത്. എന്തിനാന്ന് വെച്ചാൽ കൂട്ടുകാരായിട്ട് ഇങ്ങനെ നടന്ന് വഴി കാണുന്നുണ്ടെങ്കിൽ മറ്റേ നെല്ലിക്കയിന്നു ഉപ്പിട്ട് മാങ്ങ മേടിച്ച് ഒരു ഐസ് മേടിച്ച് കുടിച്ച് സിപ്പപ്പ് മേടിച്ച് കുടിച്ച് ഇങ്ങനെ വരുന്ന, അതായത് ഏത് കാര്യവും എനിക്ക് മനസ്സിലായത് നമ്മൾ ആ കാലഘട്ടത്തിൽ കാത്തിരുന്ന് ചെയ്യുക, വല്ലപ്പോഴും ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു എക്സ്പോഷറിന്റെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ കിട്ടുന്ന ഒരു ഡോപ്പമീൻ ഇഫക്റ്റ് I don't think you get it nowadays. അതുപോലെ തന്നെ ബ്രോ സൈക്കിൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നടക്കുക, ബ്രോ പറഞ്ഞ പോലെ സൈക്ലിംഗ്, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ സാധനം. കാരണം മോട്ടറിലോട്ട് അധികം എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഫിസിക്കലി ആക്റ്റീവും കൂടെ ആയിരുന്നു. ഈവൻ നമ്മൾ വേണമെന്ന് വിചാരിച്ചു. സൈക്കിളിന്റെ കാര്യം പറയുമ്പോഴേ ഓർക്കുന്നത്, ഞാനാണെങ്കിൽ നേവിയിലുണ്ടായിരുന്നു. കോളേജിൽ നമുക്ക് അങ്ങനെ നേവി ഇതൊക്കെ ഉണ്ടല്ലോ, NCC ഉണ്ട്. അപ്പൊ അതിൽ നേവി ഒരു ഗ്രൂപ്പിലുണ്ടായിരുന്നു ഞാൻ. അപ്പം വീട്ടിൽ നിന്ന് ഒരിക്കലും എന്നെ വിടത്തില്ലെന്ന് എനിക്കറിയാം. അപ്പം നമ്മുടെ കൊല്ലത്തുനിന്ന് ആലപ്പുഴ വരെ സൈക്കിൾ ഒരു യാത്ര. അപ്പൊ ഞാൻ വാപ്പാടെ ഒരു പഴയ BSA SLR സൈക്കിൾ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഈ സാധനം എങ്ങനെയും അടിച്ചോണ്ട് പോകണം. പുള്ളിയാണെങ്കിൽ ഇത് പൊന്നുപോലെ മറ്റേ എണ്ണയൊക്കെ ഇട്ട് സൂക്ഷിച്ച് കഴുകി വെക്കുന്ന സാധനമാണ്. മോനെ ഇതിനകത്ത് തുടരുത്, ഇത് അപകടമാണ്, ഡേഞ്ചറസ് ആണെന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ വളർത്തുന്നത്. അപ്പൊ ഞാനിത് എന്ത് ചെയ്തു, ഞാൻ പുള്ളി അറിയാതെ സൈക്കിൾ എടുത്തോണ്ടെങ്കിൽ വന്നിട്ട് ഉമ്മയെടുത്ത് പറഞ്ഞ്, ഞാനേ വണ്ടി എടുത്തോണ്ട് പോവാ, എനിക്ക് മറ്റേ ഇന്നുണ്ട് എന്ന് പറഞ്ഞോണ്ട് ഒറ്റ പോക്കാണ്. എന്നിട്ട് കൊല്ലം മുതൽ ആലപ്പുഴ പോയി, ആലപ്പുഴയിൽ നിന്ന് തിരിച്ച് കൊല്ലം വരെ സൈക്കിൾ ഓടിച്ചു വന്നു. അപ്പൊ ഇന്ന് ചിന്തിക്കാൻ പറ്റൂല. ഇന്ന് ആൾക്കാർ സൈക്ലിംഗ് എന്നും പറഞ്ഞു പോകുന്നുണ്ട്. അത് വേറെ ആക്ടിവിറ്റി. അന്ന് എനിക്കൊരു എക്സ്പെക്ടേഷൻ ഇല്ല ബ്രോ. ഈ കൊല്ലത്തുനിന്ന് നമ്മൾ പോയിട്ട് അടുത്ത സ്ഥലത്ത് പോകുന്ന എവിടെയാണ്, അവിടെ എടുത്ത് പോയിട്ട് താമസിക്കുന്ന ഒരു ആറിന്റെ കരയിലും അവിടെ പോയി കുളിക്കുന്നു. രാവിലെ എല്ലാ കൂടെ വരുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. ആ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പോഷർ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ് വാസ് റിയലി നമ്മളാക്കിയതേ അതൊക്കെ ആയിരിക്കും അല്ലേ. അല്ല അത് മാത്രമല്ല, സൈക്ലിംഗ് എന്ന് പറയുമ്പോഴേ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മള് ട്രിപ്പിൾസ് വരെയൊക്കെ പോകും. 4 പേരായിട്ടൊക്കെ ഇരുന്ന് നമ്മൾ ചവിട്ടിയിട്ടുണ്ട്. എന്നാൽ ഈ ചവിട്ടുന്ന നമുക്ക് ഭയങ്കര എനർജിയാണ്. 4 പേരൊക്കെ ഇരുത്തി പോണ എന്തോ ക്രെഡിറ്റ് പോലെയാണ്. ഇന്നൊക്കെ ഒരാളെ കൂടെ കയറ്റിയത് ഇവന്റെ ഭാരവും കൂടെ നമ്മൾ ചുമക്കണമെന്ന് ചിന്തിക്കുന്ന കാലമാണ്. എക്സാക്ട്ലി. അതുപോലെ തന്നെ റെസിലിയൻസ്, നമ്മൾ ഭയങ്കര റെസിലിയൻസ് ആണ്. കാരണം ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ പോകുന്നു. ഫുട്ബോൾ കളിച്ച് കാല് എന്തെങ്കിലുമൊക്കെ പറ്റിയ പതുക്കെ വീട്ടുകാരെ ആരും കാണാതെ വന്ന് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കും. എവിടെങ്കിലും മൂക്കിടിച്ച് വീഴുന്നു, എഴുന്നേറ്റ് പതുക്കെ നടന്ന് ആരും കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോകും. അങ്ങനെയായിരുന്നു നമ്മൾ ജീവിച്ചോണ്ടിരുന്നത്. ഇന്നിപ്പോ എന്റെ മുട്ടിൽ എക്സാക്ട്ലി ഇന്നും എന്റെ മുട്ടിലൊരു പാടുണ്ട്. എന്താ പറയുക, മുട്ടിലൊരു ചെറിയ മുഴയുണ്ട്. ആ മുഴ ഒരു പ്രാവശ്യം ഫുട്ബോൾ കളിച്ചപ്പോ തന്നെ ഈ ചെറിയ കുളം വെറ്റിച്ചിട്ട് അതിനകത്ത് ഫുട്ബോൾ കളിക്കുന്ന ഒരു പരിപാടിയുണ്ട് ഈ സമ്മർ സമയത്ത്, നല്ല ചൂടുള്ള സമയത്ത്. അപ്പം ഇങ്ങനെ ഒരുത്തം ഫുട്ബോൾ അടിച്ചപ്പോ ചെറിയ സ്പോട്ടാണ്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് കൂടെ ഇങ്ങനെ ഇറങ്ങി താഴേക്കുമല്ലേ. അപ്പൊ ഒരുത്തം ഇങ്ങനെ ഫുട്ബോൾ അടിച്ചപ്പോ കാലിൽ വന്ന് ഇട്ടാണ് അടിച്ചത്. നല്ല കട്ടിയുള്ള ഫുട്ബോൾ ആയിരുന്നു, കാറ്റൊക്കെ അടിച്ച് കയറ്റിയ. അന്നുണ്ടായ ഒരു മുഴയാണ്, ചെറിയൊരു മുഴയാണ്. അത് ഇന്നുവരെ പോയിട്ടില്ല, ആരെ അറിയത്തു പോലും ഇല്ല എന്ന് പറയുന്നിടത്താണ് ഞാൻ ആലോചിക്കുന്നത്. ആ മുഴ എന്നെ ഓർപ്പിക്കും. അല്ല അത് മാത്രമല്ല ബ്രോ, സിനിമകൾ നമ്മൾ ഓർക്കുന്നുണ്ടോ ബ്രോ? ആ സമയത്തൊക്കെ പത്രത്തിൽ വരുന്ന ന്യൂസോ സാധനങ്ങളോ വെച്ചിട്ടേ നമുക്ക് അറിയാവുള്ളൂ ഏത് തിയേറ്ററിൽ ഏത് പടം ഉണ്ട്. പിന്നെ ഈ സൺഡേസിൽ മാത്രം മറ്റേ ഈ സിനിമയുടെ സാധനം വരും. അപ്പൊ അത് മസ്റ്റ് ആയിട്ടിരുന്ന ഏതെങ്കിലും ഒരു വലിയ ഫോട്ടോ ഒക്കെ ഉണ്ടാവും നടന്മാരുടെ, അതൊക്കെ ഇരുന്ന് കാണുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇത് നോക്കിയിട്ട് പോസ്റ്റർ, നമ്മുടെ ഈ റോഡുകളിലെ ആയാലും പോസ്റ്റർ ഉണ്ട്, ഇതൊക്കെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ എന്റെ ഓർമ്മയിൽ നമ്മൾ ആ ഒരു സിനിമയ്ക്ക് പോണത് പോലും. ബ്രോയുടെയൊക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? എന്റെ കാലഘട്ടത്തിൽ ഞാൻ സിനിമ ആണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ എഫേർട്ട്, ബിഗ് എഫേർട്ട് ആയിരുന്നു. കാരണം ഞാൻ ഒരു സിനിമാ പ്രേമിയായിരുന്നു. എന്റെ കൂട്ടുകാർക്കെല്ലാം അറിയാം. കാരണം എന്റെ ഫാദർ എന്റെ കുഞ്ഞിലേ മുതലേ എന്നെ സിനിമയ്ക്ക് അത്യാവശ്യം കൊണ്ടുപോയിരുന്നു. അന്ന് 1921 പറയുന്ന മമ്മൂട്ടിയുടെ ഫിലിം ഞങ്ങള് കൊല്ലം ആരാധനയിലോ അർച്ചനയിലോ എവിടെയോ ആയിട്ടാണ് എന്നെ കൊണ്ടുപോയി കാണിക്കുന്നത്. അപ്പം അങ്ങനെ സിനിമകളൊക്കെ വല്ലപ്പോഴും കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ ഭയങ്കര ആർത്തിയായിരുന്നു. കാണുക, എത്ര കണ്ടാലും മതിയാവാത്തൊരു സാധനമായിരുന്നു. അപ്പൊ ഈ സിനിമയുടെ പേര് വെച്ചിട്ട് തന്നെയാണ് പല സ്ഥലങ്ങളും എനിക്ക് അറിയാവുന്നത്. എന്റെ ഒരു കൂട്ടുകാരൻ ഈ ഇടയ്ക്ക് പറഞ്ഞ, അളിയാ ഞാൻ കറ്റാനം പോയി. ഞാൻ പറഞ്ഞ, കറ്റാനം ഗാനം ഇല്ലേ അളിയാ അവിടെ എപ്പോഴും ഉണ്ടോടാ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ കറ്റാനം ഗാനം എന്ന് പറഞ്ഞാൽ അവിടുത്തെ തിയേറ്ററാണ് എന്ന് പറയുന്ന പോലുള്ള തിയേറ്ററുകളാണ്. അപ്പൊ ഈ സിനിമ ഫസ്റ്റ് റിലീസിന് ഞാൻ പോയി കാണും. കണ്ടിട്ട് വന്നിട്ട് കോളേജിൽ വരുമ്പോ എന്റെ കൂടെ ചുറ്റിനും ഒരു 10-20 പേരിങ്ങനെ ഇരിക്കും കഥ പറഞ്ഞു കൊടുക്കാൻ. അപ്പൊ സംഭവം എന്നിട്ട് ഞാൻ പറയുന്ന കഥ ഇങ്ങനെ ആയിരിക്കും. അതായത് ഈ ട്യൂണൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ടാങ് ടാങ് മമ്മൂട്ടി ഇങ്ങനെ വരുന്നു, മാസൊക്കെ കൊടുത്ത് ഇവന്മാരെ കൊതിപ്പിച്ച്. അന്ന് സത്യം പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഞാനായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ചിരി വരും. അതിൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാരായിരുന്നു.
അപ്പൊ നമ്മൾ ഈ തിയേറ്ററിൽ പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീസിന്റെ അന്നത്തെ ദിവസം ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. കാരണം കൊല്ലത്ത് എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം കൊല്ലത്ത് നമ്മൾ തിയേറ്ററിൽ ചെല്ലുമ്പോഴത്തേന് അവിടെ ടിക്കറ്റ് ബ്ലാക്കിലുള്ള ആൾക്കാർ, കടപ്പുറത്തുനിന്നുള്ള പിള്ളേർ വന്നിട്ട് ബ്ലാക്കിൽ, അവന്മാരുടെ ഉപജീവന മാർഗ്ഗം അതാണ്. അപ്പൊ ഇവന്മാരെന്ത് ചെയ്യുന്നത്, ഞാൻ പോയി, എനിക്ക് ഓർമ്മയുണ്ട് ചെങ്കോല് കാണാൻ വേണ്ടി മോഹൻലാലിന്റെ കൊല്ലം കുമാർ തിയേറ്ററിന്റെ ഏറ്റവും ഫ്രണ്ടിലത്തെ വരിയിൽ 6 മണിക്ക് സെക്യൂരിറ്റിയെ വിളിച്ചുണർത്തി, തിയേറ്ററിൽ ചെന്ന് സെക്യൂരിറ്റിയെ വിളിച്ചുണർത്തി ഞാൻ വാതിൽ നിൽക്കുകയാണ് ഇങ്ങനെ. ചുറ്റിനും ഇഷ്ടം പോലെ ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ കുറച്ചും ഇങ്ങനെ കൂടി വരുന്നു. അവസാനം ഏറ്റവും മുമ്പിൽ നിന്ന് ഞാൻ ഏറ്റവും പുറയിലായി. എന്ന് വെച്ചാൽ ഈ കടപ്പുറം ഇവന്മാര് പൊക്കി വന്ന് നമ്മളെ മാറ്റിയിരിക്കും. അതുപോലെ തന്നെ വഴിയിൽ കയറിക്കുമ്പോൾ തൊട്ട് മുകളിൽ കൂടെ മുഴുവനായി ഓരോരുത്തന്മാർ കയറി പോകും. ഉണ്ടക്കൂരി കളഞ്ഞിട്ട് അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഒരു പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട് കത്തി കൊണ്ടെടുത്തും വന്ന് എന്റെ പുറകെ മാറാൻ ഇങ്ങോട്ടൊന്നും. അപ്പൊ അതാണ് കൊല്ലത്ത് എന്റെ കാലഘട്ടത്തിൽ സിനിമ കണ്ട എല്ലാവർക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെ ഒക്കെ. അപ്പൊ ഇവരൊക്കെ സത്യം പറയാൻ നമ്മളെ പിന്നെ നിങ്ങളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാധകരെന്ന് പറയുമ്പോ 70 ആരാധകർ എന്ന് പറഞ്ഞാലേ ഈ ജീവൻ പണയപ്പെടുത്തി സിനിമ കണ്ടവന്മാരാണ്. എന്ത് സുഖമാണ് ബ്രോ. ഞാനൊക്കെ എന്റെ മകന്റെ കാര്യം ആലോചിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇന്നത്തെ ആ സിനിമ കാണണം, വാടാ നമുക്ക് നോക്കാം, ബുക്ക് ചെയ്യാം. നമ്മളിപ്പോ ഇരുന്ന് പറയണേ ഞാനൊക്കെ പോയ ഇത് മറ്റേ സംഭവം പോലെ ഈ 1980s അതിലോട്ട് അതാണ് പ്രശ്നം. അതാണ് അവർക്ക് അത് മനസ്സിലാകത്തില്ല. ഇല്ല, ആ എക്സ്പീരിയൻസ്, ആ എക്സ്പോഷർ അവർക്ക് മനസ്സിലാകത്തില്ല.